തൈര് സാദമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാം, ടേസ്റ്റിയാണ്. നമ്മൾ കേർഡ് റൈസ് എന്നും പറയും, തൈര് സാദം എന്നും പറയും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 ഗ്ലാസ് പച്ചരിയാണ്. ഈ പച്ചരി നമുക്ക് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് 10 മിനിറ്റ് വരെ വെക്കണം. തൈര് സാദം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന പച്ചരി, പൊന്നിയരി, സോനാ മസൂരി അരി ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കാം കേട്ടോ. ട്രഡീഷണൽ വേയിൽ ചെയ്യുമ്പോൾ ഈ അരിയൊക്കെ ഉപയോഗിക്കുന്നതെങ്കിലും ബസ്മതി റൈസിൽ ചെയ്യുന്നതും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അരി വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഈ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വേവിക്കണമെന്നൊന്നുമില്ല, അല്ലാത്ത പാത്രത്തിൽ വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റിക്കളയാം. ഇനിയിപ്പോൾ ഇത് ഈ അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് അരിയാണ് ഞാനെടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കുക്കറിന് ചിലപ്പം പുറത്തേക്ക് തെറിച്ച് പോരും. അപ്പോൾ ഇതെന്തായാലും കറക്റ്റ് പാകമായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ലൂസ്നെസ് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ ഇത്തിരി ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വേവിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ കാണാം, അതിനനുസരിച്ച് ചെയ്യണേ. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന ഇത് ഒരു വിസിൽ വന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കും. ലോ ഫ്ലെയിം വെച്ചാൽ വെരി ലോ ഫ്ലെയിം ആയിരിക്കും. ഇനി അടിയിൽ പിടിക്കരുത്, കരിഞ്ഞ് പിടിക്കരുത്, അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കുക്കർ തുറക്കാൻ സമയമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വിസിൽ കേട്ടിട്ട് 8 മിനിറ്റ് നേരം വെരി ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ചൂടൊക്കെ പോയി, ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാം. അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊന്നും ബാക്കിയില്ല. തൈര് സാദം ഉണ്ടാക്കുമ്പോൾ അരി ശരിക്കും വേവണം. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഇത് നല്ലോണം ഒന്ന് സ്പൂൺ കൊണ്ട് കുത്തി ഉടച്ചും കൂടെ കൊടുക്കും. അത്രയ്ക്കും ഇതാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ അരി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് തണുപ്പിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ലെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഇതിന് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലൊരു സാധനം മൂത്ത് കരിഞ്ഞു പോവാതെ നോക്കണം. കറുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈര് സാദം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, അതിൻ്റെ ടേസ്റ്റും ഒന്ന് മാറുമല്ലോ. ഇനി വത്തൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ 2 ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് 1 കപ്പ് ഉണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഇട്ട് വഴറ്റുമൊന്നും വേണ്ട, കറുത്ത കളറായി പോവല്. 1-2 മിനിറ്റോ നല്ലോണം കണ്ടിന്യൂസ് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഞാനിത് കായപ്പൊടി ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ചേർത്തില്ല എന്നേ ഉള്ളൂ, മിക്സ് ചെയ്യുമ്പോഴാണ് ചേർക്കുന്നത്. ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ 1 നുള്ളു കായപ്പൊടിയാണ് ചേർക്കുന്നത്. അതാകെ ഈ പാത്രത്തിൽ പറ്റിപ്പോവും. പിന്നെ അതിൻ്റെ ആ സ്മെല്ലൊക്കെ നേരെ കിട്ടുകയില്ല. അതുകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കായപ്പൊടി ചേർക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കണ്ടിട്ട് ഞാനിത് ഓഫ് ചെയ്തെടുത്തേ. ഇപ്പോൾ നമ്മൾ അരി വേവിച്ച് വെച്ചാൽ നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാം. ഇത് കണ്ടോ, ഞാൻ മിക്സിയിൽ എടുത്തിരിക്കുന്ന തൈര്. ഇത് നല്ല കട്ട തൈര്, ഇതിൽ ഒട്ടും വെള്ളമൊന്നുമില്ല. അതുപോലെ ചോറും ഒട്ടും വെള്ളമില്ലാതെ ഇരിക്കുന്നത്. ഇനി ഈ തൈര് കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എത്ര വേണമെന്ന്. ഈ തൈര് ചേർക്കുന്നതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്തോരം ലൂസായിട്ട് തിരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന ഈ തൈര്, ഇവിടെ കിട്ടുന്ന തൈര് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ട് തൈര് മാത്രം ചേർത്താൽ മതി. അതേസമയം നാട്ടിലത്തെ തൈരൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല പുളി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് പുളിയായ ടേസ്റ്റ് ഉണ്ടാവില്ല. അതല്ല, പുളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ മതി. ഇത്തിരി കൂടി വേണം, അപ്പോൾ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ ഒരു തമിഴ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരിത് ശരിക്കും എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ പുളിയുള്ള തൈരല്ലേ ഇവിടെ യൂസ് ചെയ്യണേ. അപ്പോൾ അവർ രാവിലെ ഇത് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് തൈര് ചേർക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പാൽ കൂടി ചേർക്കും. എന്നിട്ട് ഈ പാലും തൈരും ഒക്കെ കൂടി മിക്സ് ചെയ്താണ് ഈ ചോറ് വെക്കുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് ഇത് കഴിക്കാറാകുമ്പോഴത്തേക്കും ഈ പാലും ഈ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തൈരായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പം പുളിയും ഒരുപാട് ഉണ്ടാവില്ല. അങ്ങനെയാണ് അവർ ശരിക്കും ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് മിച്ചം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുണ്ടോ, ഞാനിത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇത്തിരി കട്ടയായിട്ടിരിക്കണം. എനിക്കിതിപ്പോൾ കുറച്ചുകൂടി ലൂസാക്കണം. അപ്പം ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഇതിനോട് ചേർക്കുന്നുണ്ട്. ചേർത്ത് കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം. ഇപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്ത് എനിക്ക് പാകത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസാക്കാം കേട്ടോ.
പിന്നെ ഇതൊന്നും ചിലപ്പോൾ ഇത്തിരി കട്ടയാവില്ല, അതിനനുസരിച്ച് കൺസിസ്റ്റൻസി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഇത്തിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ഇത് ചെറു ചൂടോടെ ആയിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ചേർത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് ചോറിലോട്ട് ചേർത്ത് കൊടുക്കാം. ചോറിലോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ പരിപാടി, കഴിഞ്ഞില്ലേ? നല്ല എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇത്തിരി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്തിരി അച്ചാർ കൂടി ഉണ്ടെങ്കിൽ സ്പൂണിലങ്ങ് കോരി കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിന് പറ്റിയ കോമ്പിനേഷൻസ് ആണ് പപ്പടം, പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടികളില്ലേ, നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുന്ന മെഴുക്കുവരട്ടികളെല്ലാം നല്ലതാണ് ഇതിൻ്റെ കൂടെ. അച്ചാർ, പപ്പടം, ചമ്മന്തി, മെഴുക്കുവരട്ടി, ഇതൊക്കെയാണ് പറ്റിയ കോമ്പിനേഷൻസ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെൽ ബട്ടൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. പിന്നെ ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.